നടത്തുന്ന പി ജയചന്ദ്രൻ അനുസ്മരണ പരിപാടിയാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിസാർ ഉറങ്ങുള്ള നിസാറും കൂടി ഒരു വീഡിയോ വെറുതെ ഒരു സമയം പോക്കിന് വേണ്ടിയിട്ട്, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റോറി വെച്ചൊരു വീഡിയോ ചെയ്യുകയും അതിനുശേഷം ഷമീർ, രജീഷ്, കടു, അതുപോലെ സിറാജ്, ഹാരിസ്, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ അതിലേക്ക് കടന്നു വരികയും അതൊരു കൂട്ടമായി തീരുകയും ചെയ്തു. അതാണ് ശരിക്കും കൂട്ടം എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഈ നാട്ടിലും അതുപോലെ നമ്മുടെ അടുത്ത വെട്ടിയഞ്ഞോട്ടം പോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ഒരുപാട് കഴിവുള്ള കലാകാരന്മാർ, രാജേട്ടനെ പോലെയൊക്കെയുള്ള ഒരുപാട് കഴിവുള്ള കലാകാരന്മാരെ അതിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും നാട്ടിൽ നമ്മൾ അറിയാതെ പോകുന്ന, നാട്ടിൽ തിരിച്ചറിയാതെ പോകുന്ന കലാകാരന്മാരെ ഒരു ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കൂട്ടം എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. കഴിവുള്ളവർ അംഗീകരിക്കപ്പെടണം. അവർ ആരും അറിയാതെ നിന്ന് പോകരുത് എന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ട്. കൂട്ടം എൻ്റർടൈൻമെൻറ്റിൻ്റെ കീഴിൽ ഒരു ചെറിയൊരു ചാരിറ്റി തുടങ്ങണം എന്നും അതുമായി നമ്മുടെ നാട്ടിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിന് അർഹതപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം എന്നുള്ളൊരാഗ്രഹം കൂടി ഞങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ അത് വിജയകരമായി മുമ്പോട്ട് പോകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗായകൻ പി ജയചന്ദ്രൻ, നമുക്കറിയാം, ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞു പോയത്. നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനിയായ മെമ്പർ ശ്രീമതി ബിന്ദു സന്തോഷാണ്. അവരെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ സാരഥി കൂടിയായ താലിസ് മാസ്റ്ററാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കാൻ വന്ന ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ എല്ലാമെല്ലാമായ ഷമീർ ബാവ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ക്ലസ്റ്റർ കാരുണ്യതീരത്തിൻ്റെ ക്ലസ്റ്ററിൻ്റെ എല്ലാം അധിപനായ നമ്മുടെ സലീം മാസ്റ്റർ, അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിക്ക് നിറപ്പകിട്ടേകാൻ നമ്മോടൊപ്പം വരാമെന്ന് ഏറ്റ നമ്മുടെ കൊച്ചു ഗായക സംഘം, അവരെയും ഈ പരിപാടി ശ്രവിക്കാനെത്തിയ എൻ്റെ മുമ്പിലുള്ളവരെയും അതുപോലെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെയും എൻ്റെ സുഹൃത്തുക്കളെയും അതുപോലെ നമ്മുടെ പ്രതീക്ഷ ഭവനിലുള്ള നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ ശ്രീമതി ബിന്ദു സന്തോഷ് അവകളെ ക്ഷണിച്ചു നിർത്തുന്നു. നന്ദി. നമ്മുടെ പി ജയചന്ദ്രൻ മാഷിൻ്റെ ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുന്നതാണ്. അദ്ദേഹം ആയിരക്കണക്കിന് പാട്ടുകളാണ് പാടിയിട്ടുള്ളത്. മുങ്ങിത്തൂർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അത്രേ അറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്നും നമ്മുടെ യുവതലമുറ ഇന്നും അത് നിലനിർത്തി പോരുന്നുണ്ട്. തുടർന്നും നമ്മുടെ കൂട്ടം കലാകാരന്മാർ ഈ പരിപാടി, ഈ കലാവിരുന്ന് ഇവിടെ ഒരുക്കിയതിൽ വളരെ സന്തോഷം. നമ്മുടെ ഒരു ദിവസമെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആളുകളെ അത് സന്തോഷിപ്പിക്കാനായതിൽ അവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മുന്നോട്ടും അവരുടെ ഈ പ്രവർത്തനങ്ങൾ സമൂഹത്തിനും അതുപോലെ തന്നെ മറ്റെല്ലാ രംഗങ്ങളിലും ഒരുപാട് ജനങ്ങൾക്കും നാടിനും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ താലിസ് മാഷെ ക്ഷണിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് അദ്ദേഹത്തിനുള്ളൊരു അർച്ചനയാണ്. ആ അർച്ചന
നടക്കാൻ പോകുന്നു. 2025 മലയാളത്തിന് 2 നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. നമുക്കറിയാം, സേതുവിന് എന്നും ഇഷ്ടം സേതുവിനോട് മാത്രമായിരുന്നു. ആരാണെന്നറിയാം? അറിയില്ല. മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചൊരു നോവലാണ് മഞ്ഞ് എന്ന് പറയുന്നത്. മഞ്ഞ്, അത് കാലം, നാലുകെട്ട്, രണ്ടാം ഊഴം എന്നീ ഒരുപാട് കൃതികളിലൂടെ മലയാളിയെ അല്ലെ മലയാളി മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങിയ, തന്റെ കഥാപാത്രങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക്, വായനക്കാരിലേക്ക് എത്തിച്ചു കൊടുത്ത അല്ലെങ്കിൽ അനുഭവിപ്പിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ. 2025 ഏറ്റവും വലിയ നഷ്ടമാണ്. അതിനടുത്ത് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്, അല്ല ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ്, ജനുവരി 9 മലയാളത്തിന് പ്രിയപ്പെട്ട ഭാവഗായകൻ ജയേന്ദ്രൻ നമ്മോട് ഇവിടെ പറയുന്നത്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. മലയാളിയുടെ മനസ്സിലെ ഗൃഹാതുരത്വം ഉണർത്തിയ, മലയാളി അമ്മമാരുടെ മനസ്സിൽ കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന അവസരത്തിൽ ആർദ്രമായി ഒഴുകി വന്ന ഒരു പാട്ടാണ് ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് പാടാത്ത അമ്മമാരുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് ഭാവഗായകന്റെ പാട്ടുകൾ തിരഞ്ഞപ്പോഴേ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട ഒരു പാട്ടാണ് ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന് പറയുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ നേരത്തെ ബിന്ദുമാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാളിയുടെ മനസ്സിൽ എന്നും പച്ച പിടിച്ചു നിൽക്കുന്ന പാട്ടുകൾ മാത്രമാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. ഒരു പാട്ടും നമുക്ക് ഒഴിവാക്കാനില്ല. നല്ലതല്ല, അല്ലെങ്കിൽ എന്താണ്, കേൾക്കാൻ ആസ്വാദ്യകരമല്ല എന്ന് പറയുന്ന ഒറ്റ പാട്ടുമില്ല. എല്ലാ പാട്ടുകളും മനോഹരമായി. 1958 കേരള സംസ്ഥാന യുവജനോത്സവം തുടങ്ങിയ അവസരത്തിൽ 58 മൃദംഗത്തിനാണ് P. ജയേന്ദ്രൻ എന്ന് പറയുന്ന, പാലിയത്ത് ജയേന്ദ്രൻ കുട്ടൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഭാവഗായകന് 1ാം സമ്മാനം കിട്ടിയത്. മൃദംഗത്തിനാണ്. ആ സമയത്ത് 1958 ശാസ്ത്രീയ സംഗീതത്തിന് സമ്മാനം കിട്ടിയത്, ലളിതഗാനത്തിന് സമ്മാനം കിട്ടിയത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട യേശുദാസിനായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ മൃദംഗവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് സമ്മാനം കിട്ടിയതും. തുടർന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൃദംഗത്തിന്റെ താളവുമായി ചേർന്ന് ഇടകലർന്നുള്ള പാട്ടുകളാണ്. അതിനപ്പുറത്ത് യേശുദാസിന്റെ പാട്ടുകളെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അത് വാഗ്മയ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വാക്കുകളിലൂടെ ചിത്രങ്ങൾ അനുവാചകന്റെ മനസ്സിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ ഗൃഹാതുരത്വം ഉണർത്തിയിട്ടുണ്ട്, നമ്മൾക്ക് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾക്ക് സന്താപം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മുല്ലപ്പൂ മാല തരുമോ എന്ന് പറയുന്ന ഒരു പാട്ട്, P. ഭാസ്കരന്റെ ഒരു പാട്ടാണ് അദ്ദേഹം ആദ്യം പാടിയത്. പക്ഷെ ആ പാട്ട് പുറത്തു വന്നില്ല. കൂട്ടം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ കൂട്ടായ്മയാണ് പ്രധാനപ്പെട്ടത്. ഞാൻ പറയാൻ കാരണം, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇത്തരം കൂട്ടായ്മകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ കൂട്ടായ്മ നമുക്ക് എന്ത് ചെയ്യണം, നിലനിർത്തണം. ആ കൂട്ടായ്മക്ക് ആവശ്യമായി, ഞാനിപ്പോ തൊട്ടു മുമ്പ് ഷമീറിനോട് സലീമാഷോട് സംസാരിച്ചത്, നിങ്ങൾക്ക് എന്താ സൗകര്യമാണ് വേണ്ടത്, ഈ കൂട്ടായ്മ ഇനിയും വളർന്ന് പന്തലിക്ക് ഏറ്റവും പോസിറ്റീവായി കൺസ്ട്രക്റ്റീവായി ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, ഈ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന്, കാരുണ്യതീരം എന്ന് പറയുന്ന സ്ഥാപനത്തിന് എല്ലാവിധ സഹായങ്ങളും കിട്ടും. ഈ ഒരു കൂട്ടായ്മ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരം ഗാന സന്ധികൾക്കൊപ്പം തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യണം, നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകയായി മാറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ P. ജയേന്ദ്രൻ അനുസ്മരണ വേളയിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഒപ്പം ഈ കൂട്ടായ്മക്ക് എല്ലാവിധ ഭാവങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളിൽ സുപ്രഭാതം സുപ്രഭാതം.
കാരുണ്യതീരത്തിന്റെ മുറ്റത്ത് ഒരു കുടുംബ കൂട്ടമാണ്, പുറത്തുനിന്ന് ആരുമില്ല. നമുക്ക് അതിഥികൾ പിന്നെ നമ്മളെല്ലാവരും ഒരു കുടുംബം ഒത്തുചേർന്ന് ഒരു വലിയ മനുഷ്യനെ നമ്മൾ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിന് അർച്ചനയായിട്ട് പാട്ടുകളും പ്രാർത്ഥനകളുമായിട്ട് നമ്മളിവിടെ ഒത്തുചേരുമ്പോൾ കാരുണ്യതീരത്തിനും ഇതിൽ പങ്കുചേരാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇരുട്ട് പടരുമ്പോൾ ഇരുട്ടകറ്റാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അവിടെ വെളിച്ചം കത്തിക്കുക എന്നുള്ളത്. ഈ കൂട്ടം ഇന്ന് ശ്രമിച്ചതും അത്തരത്തിലുള്ള വെളിച്ചം ഇവിടെ കത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിഷയങ്ങളാണ് കൂട്ടം കലാകാരന്മാര് സമർപ്പിക്കുന്നത്. അതൊരു പക്ഷേ നമ്മുടെ ഈ കുഞ്ഞു ഗ്രാമത്തിൽ വെച്ച് കൂട്ടം ഒരു യൂട്യൂബില് ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് നമ്മുടെ നാടിനോട് മാത്രമല്ല സംവദിക്കുന്നത്. അമേരിക്കയില് അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലുള്ള ഏതൊരാളുടെയും കമ്പ്യൂട്ടറിലേക്കോ അതല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്കിലേക്ക് ഈ വീഡിയോ എത്തുകയാണ്. തീർച്ചയായിട്ടും ആദ്യം മുതൽ ഇത് ശ്രദ്ധിക്കുന്ന ഒരാളെന്ന് നിൽക്കെനിക്ക് കൂട്ടത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം അവർ ഓരോ വീഡിയോകളും അടിക്കടി മനോഹരമായി കൊണ്ടിരിക്കുകയാണ്, മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമീപ ഭാവിയിൽ ബിഗ് സ്ക്രീനിലേക്കുള്ള കലാകാരന്മാര് നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരുപാട് ഉയർന്നു വരട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരു റിക്വസ്റ്റ് കൂടി കൂട്ടത്തിന്റെ ആൾക്കാരോട് പറയാനുള്ളത്, ഇവിടെ ഒരു പരിശീലന കളരി ഈ ഇവിടെയുള്ള നമ്മളെ ചേച്ചിമാർക്കും നമ്മളെ കുട്ടികൾക്കൊക്കെ കാരുണ്യതീരത്തിലെ കുട്ടികൾക്കൊക്കെ 1-2 ബാച്ചായിട്ട് ഒരു പരിശീലന കളരി സംഘടിപ്പിക്കുകയും കുറച്ചുകൂടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടുള്ള കലാകാരന്മാർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടി കൂടി നമുക്ക് നടത്തണം. ചുവരില്ലാതെ ചായങ്ങളില്ലാതെ ചുവരില്ലാതെ ചായങ്ങളില്ലാതെ എവിടെ എഴുതും ഈ വർണ്ണചിത്രം, എവിടെ എവിടെ എഴുതും ഈ വർണ്ണചിത്രം, എവിടെ ചുവരില്ലാതെ ചായങ്ങളില്ലാതെ ചുവരില്ലാതെ ചായങ്ങളില്ലാതെ. വളരെ സന്തോഷകരമായ വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ നാട് പല രീതിയിലും നമ്മുടെ ഈ ഗ്രാമം പല ഘട്ടങ്ങളിലൂടെയും ഉണർവിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾക്കിടയിൽ തന്നാലാവും വിധം സേവന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ഈ അനുസ്മരണ ചടങ്ങിൽ പാട്ടുപാടിയപ്പോൾ ഞാൻ ഓർത്തത്, നമ്മളിലൊക്കെ പാട്ടുമൂളുന്ന ഓരോ മനസ്സുകളുണ്ട്. എന്തുകൊണ്ടോ നമ്മുടെ ഇത്തരമൊരു ചടങ്ങുകളിലൊക്കെ തന്നെ പാട്ടുമൂളാനും അല്ലെങ്കിൽ പാട്ട് പാടാനും ഒക്കെ നമ്മൾ വൈമനസ്യം കാണിക്കും. നമുക്കെന്തോ ഒരു വൈക്ലഭ്യമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സമൂഹത്തിലേറെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്. ആ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നാട്ടിലും പുറനാടുകളിലൊക്കെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടം കലാകാരന്മാരുടെ വ്യത്യസ്തമായ പരിപാടികൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ചിന്തയുടെ വിത്തിടുന്ന, നമ്മളെ മാറ്റത്തിലേക്ക് വഴിതിരിച്ചു വിടുന്ന രീതിയിലുള്ള ഒട്ടേറെ പ്രമേയങ്ങളുമായി കൂട്ടം കലാകാരന്മാരുടെ യൂട്യൂബ് ചാനലുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇതിനൊക്കെ ഒരു വേദിയായി നമ്മുടെ ഈ പ്രദേശത്ത് ഏതാണ്ട് 15 വർഷത്തോളമായി ഈ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കാരുണ്യതീരം സ്കൂൾ ഇതിനൊക്കെ ഒരു വേദിയായി മാറുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ചന്ദനത്തിൽ കടലെടുത്തൊരു സുന്ദരി ശില്പം, മഞ്ഞു തുള്ളികൾ തഴുകിയൊരുകും മധുരഹേമന്തം, കാമശിലയോ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ
കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. ഈ ഒരു ചടങ്ങിൽ ശരിക്കും സംഗീതവും പാട്ടും ഒന്നായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത, പ്രത്യേകിച്ച് അങ്ങനെ വലിയ അറിവുകളൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പലരും അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ചും അല്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ചൊക്കെയാണ് ഇവിടെ സംസാരിച്ച സമയത്ത് കൂടുതൽ വാചാലരായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരാളെ അനുസ്മരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള കുറേ ഇൻ്റർവ്യൂകളൊക്കെ കണ്ടതിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയിലും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് വളരെ എനിക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നിയിട്ടുള്ള കാര്യം എല്ലാ കാര്യങ്ങളും തുറന്ന് ഉള്ളൊരു സമീപനം. എന്താണ് ഈ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ നല്ല കാര്യങ്ങളെ നല്ലത് എന്ന് പറയുകയും ഇനി പറ്റാത്ത കാര്യങ്ങൾ ഒരു മോശം കാര്യമാണെങ്കിൽ അത് മോശമാണെന്നും എവിടെയും തുറന്ന് പറയുന്നത് ഒരു തുറന്ന പ്രകൃതക്കാരനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു തുറന്ന സമീപനം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരായിട്ടുള്ള കൂട്ടം എന്റർടൈനേഴ്സ് പലതരത്തിലുള്ള പരിപാടികൾ പലതരത്തിലുള്ള വീഡിയോകളിലൂടെയൊക്കെ നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്കുള്ള എല്ലാവിധ ആശംസകളും മാനസക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്നൊരു പൂവാണോ കനിപോലും ഈശ്വരൻ അഴകിന്റെ പാലാഴി കനിപോലും ഈശ്വരൻ അഴകിന്റെ പാലാഴി കടഞ്ഞെടുത്തൊരാണോ അനുരാഗാനം പോലെ അഴകിന്റെ അല്ല പോലെ ജയചന്ദ്രൻ അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത താലിസ് മാസ്റ്റർക്ക് 1000 നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ജനറൽ സെക്രട്ടറി ഷമീർ ബാവക്ക അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള വാർഡ് മെമ്പർ ബിന്ദു സന്തോഷ് അവർകൾ അദ്ദേഹത്തിനും ഈ പരിപാടിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ എല്ലാമായ സലീം മാസ്റ്റർ അദ്ദേഹത്തിനും ഈ കൂട്ടം എന്റർടൈൻമെന്റിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഈ വരുന്ന 1 മുതൽ 12 വരെയുള്ള ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ കാരുണ്യ തീരത്തിന്റെ വാർഷിക ആഘോഷത്തിന് എല്ലാവിധ പിന്തുണയും കൂട്ടം എന്റർടൈൻമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ അനുസ്മരണ സഭയ്ക്ക് എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ്.
മണിയറ നിങ്ങേതൻ കോട്ടം എനിക്കു വേണ്ടി ഏഴാം സ്വർഗം എനിക്കു വേണ്ടി ഇഷ്ടപ്രാണേശ്വരി ഇളപൊഴി ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും നിൻമൃദുവിരലിൻ സ്പർശം കൊണ്ടൻ പൂമരമടിമൊഴി തളിരണിയും ശാരദയാമിനിയാകുമ്പോൾ യാമക്കിളിയായി പാടും ഞാൻ ഋതുവിൻ ഹൃദയം നീയായി മാറും പ്രേമസ്പന്ദനമാകും ഞാൻ നീയൊരു പുഴയായി തടുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും പൂവേ പൂവേ മാളപ്പൂവേ മണമിത്തിരികരളിൽ പൂകത്തിൻ മകരം ഞാൻ മകരം നൽകാം വന്ദേ വന്ദേ വാർമുകിടത്തെ പലവട്ടം പാടി മണമെല്ലാം മധുരത്തനവായി മാറിപ്പോയി മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാണോ പൂവേ മഴകത്തിരികളിൽ ഓരത്തിൽ മകരം ഞാൻ പകരം നൽകാം മണമെല്ലാം മധുരത്തനവായി സാധ്യന്ന് കാണാതെ നെഞ്ച് കാത്താടി പോരാടുത് രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് പൊഴുതാകെ പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനെ ഒന്ന് കേടുത് രാസാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് സ്വർണ്ണമണി മേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ ഇനി ഒരിക്കലെങ്കിലും പിറവിയെടുക്കുകയുണ്ടാവാം, നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അങ്ങയുടെ ഗാനങ്ങൾ സമ്പന്നമാണ്. മലയാള ഗാനശാഖയ്ക്ക് സമ്പന്നമായ ഒരു ഗാന വസന്തം തന്നെ സമ്മാനിച്ചു പോയതിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൈയുടെയും പാറയിലെ കാരുണ്യതീരത്തിലെ പ്രിയപ്പെട്ടവർക്ക്, കുരുന്ന മനസ്സുകൾക്ക്, പ്രിയ ഇത്താത്തമാർക്ക്, കൊച്ചുകുട്ടികൾക്ക്, ചേച്ചിമാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നല്ല ഒരു പുലരി കണ്ടുണരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരൻ അവസരമുണ്ടാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്.